നമസ്കാരം. ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല ഇടുന്നത്. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, ഒരു 5 മിനിറ്റ് നേരത്തെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഇപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ വാർപ്പ് എന്ന് പറഞ്ഞാൽ ഓട് വെച്ചിട്ടൊരു പ്രത്യേക രീതിയിലാണ് വാർക്കണത്. കോസ്കോഡിൻ്റെ കൺസ്ട്രക്ഷനാണ് ഈ വീടിന് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഒരു പ്രത്യേക തരം വാർപ്പാണ്. ഓട് നമുക്ക് അടിയിൽ നമുക്ക് റൂഫിങ് കഴിഞ്ഞാൽ നമുക്ക് പലകൊക്കെ ഊരിക്കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നമുക്ക് ഓട് ഇങ്ങനെ കാണാം. അപ്പോൾ അതുപോലത്തെ ഒരു വാർപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കിംഗ് വീഡിയോ മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പിന്നെ ഇന്ന് 3-4 ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല. ഞാനൊരു യാത്രയിൽ ആണ്. ഞാൻ യാത്രാ വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല. മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ഒരു 3-5 ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ അതുവരെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരാം. വീടിൻ്റെ ഇങ്ങനെയാണ് വാർപ്പ് തുടങ്ങിയത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വന്നിട്ട് അവരെല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഓടൊക്കെ മുകളിൽ കയറ്റി ഇങ്ങനെ നിരത്തി വെച്ചു. സൺഷെയ്ഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ ഏറ്റവും മുകളിലാണ് സൺഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ജനലിൻ്റെ മുകളിലായിട്ടല്ല, മെയിൻ വാർപ്പിൻ്റെ കൂടെയാണ് സൺഷെയ്ഡ് വാർത്തിരിക്കുന്നത്. അപ്പോൾ ഓട് ഇങ്ങനെ നിരത്തി വയ്ക്കും. കമ്പി ഇട്ടതിൻ്റെ ശേഷം ആ കമ്പിയുടെ ഇടയിലായിട്ട് ഓട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കമത്തി വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കും. അതിൻ്റെ മുകളിൽ കൂടെയാണ് കോൺക്രീറ്റ് ഇടുക അവർ. അപ്പോൾ ആദ്യം പുറകിലത്തെ സൺഷെയ്ഡ് തൊട്ടിട്ട് മുന്നിലേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേ ഓടുകളൊക്കെ നിരത്തി വയ്ക്കുന്നുണ്ട്. കമ്പി ഇട്ടതിൻ്റെ ശേഷം ഇടയിലാണ് ഓട് നിരത്തിയത്. അപ്പോൾ ഗേജ് കൂടിയ കമ്പിയാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കോൺക്രീറ്റ് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ സാധാരണ കമ്പി കൊണ്ടാണ് കുത്തിയിട്ട് ഉള്ളിലേക്ക് ആക്കുക. അതിന് പകരം അവർ മിഷ്യൻ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ഇറക്കണത്, കമ്പിയുടെയും ഓടിൻ്റെയൊക്കെ ഇടയിലേക്ക്. അങ്ങനെ ഒരു വെച്ചിട്ടായാണ് കുത്തി ഇറക്കേണ്ടി വന്നിരുന്നു കോൺക്രീറ്റ്. അതേ പുറകിലത്തെ സൺഷെയ്ഡും കുറച്ച് ഭാഗം കഴിഞ്ഞ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സൺഷെയ്ഡാണ് ആദ്യം അവർ വാർക്കണത്. എന്നിട്ട് അത് സ്മൂത്താക്കിയതിൻ്റെ ശേഷം ഉള്ളിലേക്കുള്ള ഭാഗത്തും പകുതിയും ഇട്ടിട്ട് വരികയാണ്. അങ്ങനെ ഫില്ലാക്കിയിട്ട് ഫ്രണ്ട് സൈഡിലേക്കാണ് വാർപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നാണ് ഇവർ കോൺക്രീറ്റ് മിഷ്യൻ വെച്ചിട്ട് അത് കൂട്ടിയിട്ട് ആൾക്കാർ നിന്നിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണത്. 23 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ പണിക്കാർ. അവർക്ക് ചായയും പലഹാരവും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണവും ഒക്കെ കൊടുക്കേണ്ടി വന്നു. അതൊക്കെ ഞങ്ങൾ പുറത്ത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടു കൊടുക്കുക ചെയ്തത്. ഞാൻ മിഷ്യൻ വെച്ചിട്ടാണ് കണ്ടില്ലേ കോൺക്രീറ്റ് ഉള്ളിലേക്ക് ആക്കുന്നത്. പണ്ടൊക്കെ കമ്പി വെച്ച് കുത്തി ഇറക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ മെത്തേഡുകളൊക്കെ വന്നു തുടങ്ങി. അതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട ഭാഗത്തൊക്കെ ഒരാൾ നിന്നിട്ട് അത് സ്മൂത്ത് ആക്കുകയാണ്. ഇറങ്ങാത്തോടത്തൊക്കെ പൊന്തി നിൽക്കുന്നിടത്തൊക്കെ അത് ലെവലാക്കിയിട്ട് കൊലര കൊണ്ട് ലെവലാക്കിയിട്ട് പിന്നെ ആ പലക വെച്ചിട്ട് സ്മൂത്താക്കും ഉരച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പണിക്കാർ അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും. മറ്റേ മിഷ്യൻ വെച്ചിട്ട് കോൺക്രീറ്റ് അകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുറകുവശം കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ഫില്ലാക്കി വരും മുമ്പോട്ട്.
ഇപ്പോൾ ഓട് എങ്ങനെയാണ് വെക്കണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓടിൻ്റെ സാധാരണ ഒരു കുറ്റി പോലത്തെ ഭാഗം ഉണ്ടാവും, നമ്മൾ തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഓട് മേയുമ്പോൾ അത് ആ കുറ്റി തട്ടിക്കളഞ്ഞിട്ട് ബാക്കി സ്മൂത്താക്കിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു ഓടിൻ്റെ മുകളിൽ ഒരാൾ കമത്തി വയ്ക്കും. അപ്പോൾ ഇടയിലായിട്ടൊരു വാക്വം സ്പേസ് ഉണ്ടാവും. അതാണ് നമുക്ക് ചൂടകത്തേക്ക് വരില്ല എന്നാണ് പറയണത്. ഇങ്ങനെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഓടിൻ്റെ ഇടയിൽ നമുക്കൊരു വാക്വം സ്പേസ്, എയർ സ്പേസ് കിട്ടും. അതുകൊണ്ട് താഴേക്ക് അധികം ചൂടുണ്ടാവില്ല. അതാണ് ഈ മെത്തേഡ് വാർക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്നാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. ആ കമ്പി ഇങ്ങനെ സ്ക്വയറായിട്ട് ആദ്യം ഇട്ടതിൻ്റെ ഇടയിലായിട്ടാണ് ഓട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗേജ് കൂടിയ കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് വാർപ്പിൻ്റെ ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഞാൻ ഞങ്ങളുടെ തറവാടിൻ്റെ ടെറസിൽ നിന്നിട്ട് എടുത്തതാണ്. ദൂരെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കണമെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പണിക്കാരെല്ലാവരും മുകളിലുണ്ട്. ഏകദേശം വാർപ്പ് 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. പുറകുവശമൊക്കെ കഴിഞ്ഞ് മുന്നിലേക്ക് എത്തിയവർ. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണവും കഴിഞ്ഞു കിട്ടും അവരുടെയൊക്കെ. അപ്പോൾ അന്ന് വൈകുന്നേരം ഒരു 5:15, 5:30 ആകുമ്പോഴത്തേക്ക് വാർപ്പ് കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ അങ്ങനെ മഴയൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ടും നല്ല സേഫായിട്ടും ഞങ്ങളുടെ വാർപ്പ് കഴിഞ്ഞു. പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പലകയും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ ഒരു 4 ദിവസം കഴിഞ്ഞാൽ മുകളിലേക്കുള്ള വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കെട്ടി തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ വാർപ്പും അതിൻ്റെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ മുകളിലേക്കൊക്കെ കയറാനും അവരുടെ കൂടെ പണിക്കാരുടെ കൂടെ ഇടയിൽ നിന്ന് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ല അപകടം പിടിച്ച കാര്യമാണ് ഈ മുകളിൽ കയറിയിട്ടുള്ള വാർപ്പായതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ.